സത്യത്തിന്റെ നാടാണ് കോഴിക്കോട് എന്ന് പറഞ്ഞ നേതാവ് ശശി തരൂരിനെ അല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതായത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ കോൺഗ്രസ് പ്രവർത്തകർ ഏറെ സംശയിച്ചതും വഴക്കു പറഞ്ഞതുമായ നേതാവാണ് ശശി തരൂർ. അദ്ദേഹം കോൺഗ്രസ് വിടുമെന്നും BJP-യിലേക്കോ CPM-ലേക്കോ പോകുമെന്നും പറഞ്ഞു നടന്നതും കോൺഗ്രസുകാർ തന്നെ. മറ്റുള്ളവർ പറഞ്ഞാൽ അത് രാഷ്ട്രീയ തന്ത്രമെന്ന് കരുതാം. എന്നാൽ കോൺഗ്രസുകാർ തന്നെ പ്രാഗി നടന്ന ഒരു നേതാവ് ഇന്ന് വീണ്ടും കോൺഗ്രസിന് ആവേശമാവുകയാണ്. സത്യത്തിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ കെ കരുണാകരനും AK ആന്റണിയും അടക്കമുള്ളവർ പാർട്ടി വിട്ട് അധികാരം തേടിപ്പോയവരാണ്. അവരുടെ പിന്നിൽ അണിനിരന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവനും. ആ ചരിത്രം കണ്ടുകൊണ്ടായിരിക്കാം ശശി തരൂരിനെയും അതേ ഗണത്തിൽ പെടുത്തിയത് എന്ന് പറയേണ്ടി വരും. ഒരു വിശ്വപൗരനായി ജീവിച്ച ഒരാളുടെ രാഷ്ട്രീയം വ്യത്യസ്തമാകുമെന്നും അത് അംഗീകരിക്കണമെന്നും അറിയാതെ കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അദ്ദേഹത്തെ തുരത്തി ഓടിക്കാൻ ശ്രമം നടത്തുന്ന കോൺഗ്രസ്കാർ ഓർക്കേണ്ടത് അദ്ദേഹം പോയാൽ കോൺഗ്രസിനാണ് താങ്ങാനാവാത്ത നഷ്ടമാവുന്നത്. അദ്ദേഹത്തിന്റെ അറിവ്, കാഴ്ചപ്പാട്, ചരിത്രബോധം, അതിനെല്ലാം അപ്പുറത്ത് പ്രായോഗിക രാഷ്ട്രീയം, അതാണ് ഇനി കോൺഗ്രസുകാരും പേടിക്കേണ്ടതും. അതാണ് ഇനി കോൺഗ്രസുകാരും പഠിക്കേണ്ടതും ശീലിക്കേണ്ടതും. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. ഇന്നലെ കോഴിക്കോട്ടെത്തിയപ്പോൾ കോഴിക്കോടിനെ കയ്യിലെടുത്ത ശശി തരൂറാണ് കോഴിക്കോട്ടെ താരം. അഹമ്മദാബാദ് AICC സമ്മേളനത്തിൽ എത്തിയപ്പോൾ അവിടെയും തരൂർ തന്നെയായിരുന്നു താരം. അങ്ങനെ പോയ ഇടങ്ങളിലെല്ലാം കീഴടക്കുന്ന ശശി തരൂറിന്റെ കഴിഞ്ഞ ദിവസത്തെ കോഴിക്കോട്ടെ പ്രസംഗം ഒന്ന് കണ്ടു നോക്കാം. ഈ ചരിത്രം നിറഞ്ഞ ഈ നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നത്. ഒരു സംശയവുമില്ല, കോഴിക്കോട് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനം എപ്പോഴും ഉണ്ടാവും ഈ നഗരത്തിന്. സത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന കോഴിക്കോട് 1917 ആദ്യം മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് നയിച്ചത്. ഈ നഗരത്തിൽ നിന്നാണ് മഹാത്മാഗാന്ധി 1920 വന്നിട്ട് കോഴിക്കോട് സ്വതന്ത്ര സേനാനികൾക്ക് ആദ്യം ആവേശം കൊടുത്തത്. ഈ കോഴിക്കോട് നിന്നാണ് ഐക്യ കേരളത്തിന് മുദ്രാവാക്യം ആദ്യം ഇറങ്ങിയത്. അപ്പൊ നമ്മൾ ആർക്കും ഒരു സംശയവും വേണ്ട, മഹാൻ വ്യക്തികൾ നയിച്ച ഈ കോൺഗ്രസ് പാർട്ടി, ഗാന്ധിജിയുടെ പേരും കൂടി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ശ്രീ കേളപ്പൻ, ശ്രീ മാധവൻ നായർ, ശ്രീ കേശവമേനോൻ, എത്ര വലിയ വലിയ മനുഷ്യന്മാരാണ് കോഴിക്കോടിന്റെ DCC-യിലും കേരളത്തിന്റെ കോൺഗ്രസിലും മലബാറിന്റെ കോൺഗ്രസ് കമ്മിറ്റിയിലത്തെയും പ്രവർത്തനം ചെയ്തിട്ട് നമ്മളുടെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കിയതും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. ആ അവസരത്തിൽ നമ്മൾക്ക് ഇന്നൊരു പുതിയൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനും അതിനെ ആഘോഷിക്കാനും ഒരു അവസരമാണ്. കെട്ടിടം കെട്ടുമ്പോൾ എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. പ്രവീൺ എനിക്ക് നേരത്തെ ഒരു ടൂർ തന്നു. എല്ലാത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ജനങ്ങളുടെ ആവശ്യം, പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം, മാധ്യമക്കാരുടെ ആവശ്യം എല്ലാം ചിന്തിച്ചിട്ടാണ് ഈ കെട്ടിടം കെട്ടിയിരിക്കുന്നത്. ഒരു പാർട്ടിയുടെ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം മാത്രമല്ല, ഒരു വാഗ്ദാനമാണ്. ഈ കെട്ടിടത്തിൽ നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ പ്രാർത്ഥന, അതിനൊക്കെ ഒരു സ്ഥലമുള്ള ഒരു കെട്ടിടമായിരിക്കണം നമ്മുടെ പുതിയ കെ കരുണാകരൻ മന്ദിരം. അതുമാത്രമല്ല, DCC എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു നെർവ് സെന്ററാണ്. നെർവ് സെന്റർ എന്താണ്? ഒരു മനുഷ്യന്റെ ദേഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദന, എല്ലാ ദുഃഖം, അതിനൊപ്പം എല്ലാ സുഖം, എല്ലാ സന്തോഷം, അതെല്ലാം നെർവ് സെന്ററിൽ നിന്നാണ് വരുന്നത്. ആ നെർവ് സെന്ററാണ് നമ്മളെ സഹായിക്കുന്നത്. ആ നെർവ് സെന്ററാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ നെർവ് സെന്ററിന്റെ റോളാണ് ഈ DCC കെട്ടിടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇതൊരു പാർട്ടിയുടെ കെട്ടിടമാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സംഘടനയാണ്, അതല്ലേ കോൺഗ്രസ് പാർട്ടി എന്ന് പറയണം. പക്ഷെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ജന്മദിന ആഘോഷം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ബർത്ത്ഡേ പാർട്ടി എന്നാണ്. അപ്പോൾ ഇതൊരു പാർട്ടിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ
ഇവിടെ നമ്മൾക്ക് പാർട്ടി ചെയ്യാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാവണം. അതിനർത്ഥം നമ്മുടെ സംഘടനയെ നയിക്കണം, അതിൻ്റെ ഒപ്പം ആഘോഷിക്കാൻ പല കാരണങ്ങൾ ഉണ്ടാവണം. ആ ചുമതലയാണ് ഈ കെട്ടിടത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ വീണ്ടും ഒന്ന് ഉച്ചയ്ക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ പുതിയ ഉമ്മൻചാണ്ടി ഹാളിൽ ഒരു NRI മീറ്റിനെ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘമായി പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരുടെയും ഓരോരോ ആവശ്യങ്ങളും ആശയങ്ങളും ഈ കെട്ടിടം നന്നായി സംരക്ഷിക്കട്ടെ. ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി ഈ പാർട്ടിയെ ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും കൂടി എൻ്റെ സാന്നിധ്യം വഴിക്ക് ഞാൻ എൻ്റെ സന്തോഷം പ്രഖ്യാപിക്കുന്നു. ഈ കെട്ടിടത്തിന് എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ. അതിൽ എന്നോട് ആവശ്യപ്പെട്ടത് 2 കാര്യം കൂടി പറയാനാണ്. ഒന്ന്, നമ്മളുടെ പ്രധാനപ്പെട്ട KG അടിയോടിയുടെ പേരിൽ ഒരു റിസർച്ച് സെന്റർ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു കാര്യമാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ ഓരോരോ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അത് റിസർച്ച് ചെയ്തിട്ട് ചെയ്യണം, ഗവേഷണം ചെയ്തിട്ടാണ് വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ജനങ്ങൾക്ക് ഈ പാർട്ടിയുടെ വിശ്വാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിപ്പിക്കേണ്ടത്, ബോധ്യപ്പെടുത്തേണ്ടത്. അതിനൊരു റിസർച്ച് സെന്റർ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് MK രാഘവൻ്റെ മുമ്പിൽ MP ആയിരുന്ന ശ്രീ ഡോക്ടർ KG അടിയോടി, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല, ഒരു സ്കോളറായിരുന്നു, ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ റിസർച്ച് സെന്റർ സ്ഥാപിച്ചതിന് ഞാൻ വലിയ സന്തോഷം പറയുന്നു. അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഒപ്പം നിങ്ങൾ കണ്ടില്ലേ, ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പുതിയ വെബ്സൈറ്റ് എനിക്ക് ഉദ്ഘാടനം ചെയ്യാനൊരു ഭാഗ്യമുണ്ടായി. 21ാം നൂറ്റാണ്ടത്തിൽ വെബ്സൈറ്റ് വഴിക്കാണ് നമ്മൾക്ക് ജനങ്ങളുടെ അടിയിൽ നമ്മുടെ സന്ദേശം എത്തിക്കാൻ സാധിക്കുക. എല്ലാവരും ഈ കാലത്തിൽ പത്രം വായിക്കുന്ന പകരം, ഞാൻ PV ചന്ദ്രന് മുമ്പിൽ പറയാണ്, പത്രം വായിക്കുന്ന പകരം ആൾക്കാർ അവരുടെ ഫോണാണ് വായിക്കുന്നത് വാർത്ത കിട്ടാൻ. പക്ഷേ ആ ഡിജിറ്റൽ മാധ്യമം എന്തായാലും ഒഴിവാക്കാൻ സാധിക്കില്ല. ആ ഡിജിറ്റൽ വെബ്സൈറ്റിൽ DCC ചെയ്യുന്ന ഓരോരോ പ്രവർത്തനം, അവരെ ഓരോരോ മുദ്രാവാക്യങ്ങൾ, ഓരോരോ ആവേശം, ഓരോരോ ആവശ്യങ്ങൾ, ഓരോരോ പ്രോഗ്രാംസ് എല്ലാം ജനങ്ങളുടെ അടുത്ത് എത്താൻ വേണ്ടി ആണ് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെയും ഞാൻ അഭിമാനത്തോടെ നിങ്ങൾ മുമ്പിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഒരിക്കലും കൂടി എന്നെ വിളിച്ചതിനും കേട്ടതിനും വലിയ നന്ദി. ഉച്ചയ്ക്ക് ചിലവരെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.